കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്കിടയിലും കേര കർഷകർക്ക് ആശ്വാസമായി കരിക്ക് വിപണി സജീവമാകുന്നു. മറ്റു ജില്ലകളിൽ നിന്നും വയനാടൻ തെങ്ങിൻ തോപ്പുകളിൽ കരിക്ക് തേടി കച്ചവടക്കാർ എത്തിത്തുടങ്ങി. കോഴിക്കോട്, കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരാണ് വയനാടൻ കരിക്ക് തേടി കർഷകരുടെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത്. തേങ്ങയെ അപേക്ഷിച്ച് കരിക്കായി വിൽക്കുന്നത് ലാഭകരമായതോടെ കൂടുതൽ കർഷകർ കരിക്ക് വിൽക്കാൻ തയ്യാറാകുകയാണ്. വയനാടൻ കരിക്ക് ഗുണമേന്മയിലും രുചിയിലും മുന്നിൽ നിൽക്കുന്നതാണ് വയനാടൻ കരിക്കിന് ആവശ്യക്കാർ ഏറാൻ കാരണം. മുൻകാലങ്ങളിൽ കർണാടകയിൽ നിന്നായിരുന്നു കേരളത്തിലേക്ക് കരിക്ക് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ കർണാടകയിലെ തെങ്ങിൻ തോപ്പുകളിൽ കൂടുതൽ കീടനാശിനികൾ തെളിക്കുന്നുവെന്ന പ്രചരണം ശക്തമായതോടെയാണ് വയനാടൻ കരിക്കിന് പ്രിയമേറിയത്. കച്ചവടക്കാർ തന്നെ കൃഷിയിടങ്ങളിൽ നേരിട്ടെത്തി കരിക്ക് പറിച്ച് വാഹനങ്ങൾ തന്നെ കൊണ്ടുപോകുന്നത് മൂലം കർഷകർക്ക് കയറ്റുകൂലിയോ വണ്ടിക്കൂലിയോ കൊടുക്കേണ്ടതില്ല. 25-26 രൂപ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് 13 രൂപ 14 രൂപ മാർക്കറ്റിൽ നമ്മൾ സാധനം എടുത്തുകൊണ്ട് പോകുന്നു. ഇളനീര് നമുക്ക് കൃഷിക്കാർക്ക് നല്ല ലാഭമായിട്ട് ചെയ്യുന്നുണ്ട്. തേങ്ങയാണെങ്കിലും അത് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. ഇളനീര്, കരിക്ക്, ജ്യൂസ് ഐറ്റംസ് നമ്മൾ കടകളിൽ എത്തിച്ചു കൊടുക്കുന്നത്, ഹോൾസെയിലായിട്ട് കടകളിൽ കൊടുക്കുന്നതാണ്. കരിക്കായി കൊടുക്കുന്നത് മൂലം തെങ്ങിന് കൂടുതൽ വിളവ് ലഭിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. ഒരു കരികിന് 15 രൂപ നിരക്കിലാണ് കച്ചവടം. 6 മാസം കൊണ്ട് കരിക്ക് പാകമാവും. തേങ്ങ പാകമാവണമെങ്കിൽ 12 മാസം വരെ വേണം. ഇതാണ് കർഷകരെ കരിക്ക് വിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. കോവിഡ് കാലമായതിനാൽ കടകളിൽ നിന്നും മറ്റ് പാനീയങ്ങൾ ആളുകൾ വാങ്ങാതെ ദാഹത്തിനായി കരിക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് വയനാടൻ കരിക്കിന് ആവശ്യക്കാർ ഏറാൻ കാരണമായെന്ന് കർഷകർ പറയുന്നു. വയനാട് വിഷൻ, പുൽപ്പള്ളി.